ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല. നടന്നിട്ടുണ്ടാകാം. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ, ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും. ജസ്റ്റിസ് ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം. അവരത്രയും റെസ്പെക്റ്റഡ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ജസ്റ്റിസ് ഹേമ കുറെ നിർദ്ദേശങ്ങൾ അടിയന്തരമായി സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും. ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എന്റെ കമ്മിറ്റിക്ക്, എന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും. അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവരും കാര്യമുണ്ട്. ഇതിനകത്ത് ഇത് ഒരു പരാതിയായിട്ട് വന്നാൽ മാത്രമേ കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് അത് ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞില്ല, സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ വെച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ കൂടെ ഉണ്ടാവും. അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. ഏതാ ഒരു നടിക്ക് പരാതി അബദ്ധമാണെന്ന് പറഞ്ഞല്ലോ. അല്ല, ഇപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവരവരുടെ അനുഭവമാകട്ടെ. അവരവരുടെ അനുഭവത്തിന്റെ വേദനയിൽ ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെ പരിഹസിക്കാൻ പാടില്ല. അവരുടെ വേദന അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ വേദന അവർ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു നടി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇങ്ങനെ അവസരം നിഷേധിച്ചത് ആര് എന്ന ചോദ്യത്തില് ആ വ്യക്തി ഇതേപോലെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ആത്മയുടെ പ്രസിഡന്റ് പറയുന്നത് ഗണേഷ് കുമാർ സംസ്ഥാന മന്ത്രിസഭയുടെ ഒരു അംഗമാണ്. അങ്ങനെ ഒരാൾ ആ മന്ത്രിസഭയിൽ അടക്കം തുടരുമ്പോൾ ഇനി ഇതിനകത്ത് എന്ത് നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ആത്മയിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഗണേഷ് കുമാറിന്റെ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് അവിടെ രാഷ്ട്രീയമൊക്കെ വരും. ഞാൻ രാഷ്ട്രീയത്തില് ഇല്ല. ഒന്നാമത് രാഷ്ട്രീയത്തിലില്ല. രണ്ടാമത് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അപ്പൊ ആ രാഷ്ട്രീയം അദ്ദേഹത്തിനെതിരെ അതെ അദ്ദേഹത്തിനെതിരെ ഞാൻ പറഞ്ഞല്ലോ, ആർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ടെങ്കിലും സമഗ്രമായ അന്വേഷണം വരണം. ഒരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ആ നടി പറഞ്ഞ കാര്യങ്ങൾ മീഡിയ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇത്രയും വലിയൊരു വ്യവസായത്തിൽ നേരത്തെ ഈ ആഭ്യന്തര പരാതി പരിഹാര സമിതിയൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സഹപ്രവർത്തകർ തന്നെ. പക്ഷെ അതിനെപ്പറ്റിയൊന്നും പിന്നീട് അത് ഹൈലി ടെക്നിക്കൽ, കറക്റ്റായി അതിന് ഹൈലി ടെക്നിക്കലാണ്. അതിന് വ്യക്തമാക്കാൻ ഞാൻ പറയുന്ന മറുപടി നിങ്ങൾ കറക്റ്റ് ഇതാ ഇങ്ങനെ തന്നെ കോട്ട് ചെയ്യണം. കാരണം ഇന്റേണൽ ഈ ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറയുന്നത് അതില് ഒരു നിയമപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ക്യൂസുകൾ പറയാവുന്ന രീതിയിൽ പഴുതുകളുള്ള ഒരു സംവിധാനമാണ്. യഥാർത്ഥത്തിൽ ഒരു തൊഴിലിടത്തിൽ, ഒരു ഫാക്ടറിയിൽ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ കമ്മിറ്റി രൂപീകരിക്കാം. ഇത് ഓരോ സെറ്റിലും ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രം, ആ ചിത്രത്തില് ഈ കമ്മിറ്റി 3 പേരായിരിക്കും. അടുത്ത ഓരോ സിനിമയിലും ഓരോ കമ്മിറ്റി വരും. അത് വേണോ? ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് അഭിനേതാക്കളുടെ ഒരു റെപ്രസെന്റേറ്റീവ്, ഫെഫ്കയുടെ ഒരു റെപ്രസെന്റേറ്റീവ്, പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു റെപ്രസെന്റേറ്റീവ്, അല്ലെങ്കിൽ കൂടുതൽ എണ്ണം കൂടിക്കോട്ടെ, എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി വന്നാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചിരുന്നാൽ അമ്മയ്ക്ക് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഇനി അതല്ല, ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അമ്മയിൽ ഇതേപോലെ പരാതി ബോധിപ്പിക്കാനുള്ള ഒരു സംവിധാനം പ്രൊഡ്യൂസേഴ്സ് അല്ല, അതാത് സംഘടനകൾ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് പൊതുജന വികാരം അല്ലെങ്കിൽ പൊതുവികാരമെങ്കിൽ അതും പരിഗണിക്കാം.